السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط. لا إله إلا هو العزيز الحكيم. إن الدين عند الله الإسلام. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനമുള്ള സാദാത്തുക്കൾ, മഹത്തുക്കളായ ഉലമാക്കൾ, മുതഅല്ലിമുകൾ, നാട്ടു നേതാക്കൾ, കാരണവന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ പ്രസംഗത്തിന് പോവാറില്ല. രോഗമായതിന് ശേഷം അൽഹംദുലില്ലാഹ് ഇപ്പോഴും രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ ഞാൻ ദർസ് നടത്തുന്നുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ദുആഇന്റെ ഫലമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അല്ലാതെ ഇപ്പോൾ യാത്ര ചെയ്യാനോ പരിപാടികൾക്ക് പോകാനോ ശാരീരികമായി സുഖം കുറവായതുകൊണ്ട് പോകാറില്ല. ഇത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരിപാടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴിക്ക് മാത്രമാണ് ഇവിടെ കേരളത്തിലും കേരളത്തിന്റെ തൊട്ട് നിൽക്കുന്ന കർണാടക സ്റ്റേറ്റിന്റെ പ്രദേശങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു വരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം കൊണ്ടാണ്. ജാതിയും മതവും ഒന്നും നോക്കാതെ എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ ഇപ്പൊ മതം വേണ്ടെന്നാ പറയുന്നത് എന്നൊന്നും പറഞ്ഞ് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഇവിടെ. എന്തെങ്കിലും വളച്ചൊടിക്കാൻ പറ്റിയ വാക്കുണ്ടോ എന്ന് നോക്കി നടക്കുന്ന
ഒരു കൂട്ടരുണ്ട്. ജാതിയും മതവും നമുക്ക് വേണ്ടാന്നല്ല പറഞ്ഞത്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം, ഹക്കായ മതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ്. പക്ഷേ മറ്റൊരു മതക്കാരെ ചീത്ത പറയാത്തവരും അവരെ പരസ്യമായി ആക്ഷേപിക്കാത്തവരും ആണ്. നാം ആരെയും ചീത്ത പറയുന്നവർ അല്ല, തെറി പറയുന്നവർ അല്ല. നമ്മുടെ വിശ്വാസം അള്ളാഹു കൽപ്പിച്ച വിശ്വാസമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ, മതം, അത് ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ള മനുഷ്യരെയും മനുഷ്യരായി നാം കാണുകയും നാം അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും പരസ്പരം മനുഷ്യരായി ഇവിടെ ജീവിക്കുകയും ചെയ്യണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ഒരിക്കൽ രാവിലെ സുബഹിക്ക് 5 മണിക്ക് കാന്തപുരത്ത് നിന്ന് മർക്കത്തിലേക്ക് പോവുകയായി. താമരശ്ശേരി ഭാഗത്തെത്തിയപ്പോ ഒരു ബസ് ലോറിയും മുട്ടി. ബസ്സിലുള്ള കുറെ ആളുകൾ നിലവിളിച്ച് അട്ടഹാസിച്ച് കരയുന്നു. 4 ഭാഗത്തും വാഹനം കിട്ടാനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഓടുകയാണ് അവർ. അപ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത്. ഉടനെ ഞാൻ ആ കരയുന്ന ഒരു 10 ആളുകളെ എൻ്റെ വണ്ടിയിൽ വലിച്ചിട്ട് താമരശ്ശേരി ആശുപത്രിയിലാക്കി അവിടെ ഇറക്കി കൊടുത്ത് ഞാൻ പെട്ടെന്ന് പോയി. ആ കൂട്ടത്തിൽ നെറ്റിയിൽ പൊട്ട് തൊട്ട ആളുകൾ അയ്യോ അയ്യോ എന്ന് വിളിച്ച് കരയുന്നവരുണ്ട്. അതേ സമയത്ത് തന്നെ നെറ്റിയിൽ നിസ്കാരത്തിലുള്ളവർ അള്ളാഹു എന്ന് പറയുന്നവരും ഉണ്ട്. അതുപോലെ അമ്പലത്തിൽ പോകുന്ന ഊണ് കഴിച്ചവരും ഇങ്ങനെ വ്യത്യസ്തമായ ശബ്ദമുള്ളവരും മതമുള്ളവരും അടയാളമുള്ളവരും എല്ലാം അതിലുണ്ട്. ഞാൻ അതൊന്നും നോക്കാതെ എല്ലാവരെയും എൻ്റെ വണ്ടി കൊണ്ടുപോയി ആശുപത്രിയിലാക്കി പോകും. ഇതാണ് ജാതിയും മതവും നോക്കാതെ മനുഷ്യർ മനുഷ്യരെ കാണണം എന്ന് നാം പഠിപ്പിക്കണം. വർഗീയത നമ്മെ തൊട്ട് തീണ്ടാൻ പാടില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തിന്റെ ആശയം മറ്റൊരു വർഗത്തിൽ കുത്തിവെക്കുക, അവരെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുക, അതാണ് വർഗീയത. അതൊരിക്കലും പാടില്ല. മനുഷ്യരായി നാം ജീവിക്കണം. വിശ്വാസപരമായോ കർമ്മപരമായോ മനുഷ്യനായി ജീവിക്കണമെന്നും മനുഷ്യന്മാർക്ക് പരസ്പരം മാനസിക മൂല്യങ്ങളിൽ
അടിത്തറമാക്കിക്കൊണ്ട് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്. അത് നാം ഒരിക്കലും കൈവിടുകയില്ല. ഇവിടെ ആര് ഭരിച്ചാലും ആര് തന്നെ ഏത് പാർട്ടി വന്ന് ഭരണം നടത്തിയാലും നമ്മുടെ ഈ ആശയത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇവിടുത്തെ ഭരണാധികാരികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താറുള്ളത് തെക്കും വടക്കുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. കേരളം ഭരിക്കുന്നവർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം. ഇന്ത്യ ഭരിക്കുന്നവർ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ മതക്കാരെയും ഇന്ത്യക്കാരായി കാണണം. അവർക്ക് പൂർണ്ണമായ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നില്ല, രാഷ്ട്രീയത്തിന് വേണ്ടി പ്രസംഗിക്കുന്നില്ല, അതിനുവേണ്ടി യാതൊരു പരിശ്രമവും ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഇവിടെ നിങ്ങൾ നോക്കൂ, എത്ര ജനങ്ങളുണ്ട്, ഇവിടെ പോലീസ് ഉണ്ടോ? നമ്മളെ ഒരു വലിയ സമ്മേളനം 5 ലക്ഷം ആള് സംബന്ധിക്കുന്ന ഒരു സമ്മേളനത്തിൽ ചിലപ്പോ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടാൽ ഒരു 10 പോലീസ് വരും. ഞാൻ ആഭ്യന്തര മന്ത്രിമാരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ ആഭ്യന്തര വകുപ്പിന്റെ പവറാണ് ഈ പോലീസിനെ കാണുമ്പോൾക്ക് ആള് പേടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പോകണ്ട. ആഭ്യന്തരത്തിന്റെ പ്രവർത്തനത്തിന്റെ പവറല്ല, പക്ഷെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പിന്നില് ആളുകൾക്ക് പേടിയാണ്. ആ നിയമം സത്യസന്ധമായി നടന്നാൽ ഇവിടെ ആഭ്യന്തര വകുപ്പിന് ഭരണം നടത്താൻ കഴിയും. ഈ നിയമം ശരിക്കും നടത്തുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പുണ്ടായിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഓ, ഒരു വലിയ സമ്മേളനത്തിൽ 4 ആൾ അടികൂടിയപ്പോ ആ 4 ആളെയും പിടിച്ച് ജീപ്പിൽ പോലീസ് കൊണ്ടുവന്നു. എന്നാ ഈ പോലീസിനെ ജീപ്പിലിട്ടിട്ട് ഒരു 10 ആൾ കൂടി കൊണ്ടുപോയാലോ? കുഴപ്പമാണല്ലോ. എന്താ കൊണ്ടുപോകാത്തത്? അതിന്റെ അപ്പുറത്ത് ഒരു നിയമമുണ്ട്. ആക്രമിച്ചാൽ അവരെ ശിക്ഷിക്കാനുള്ള നിയമം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ലക്ഷക്കണക്കിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പോലീസോ പട്ടാളമോ അത്രയധികമൊന്നും ആവശ്യമില്ലാത്തത് ഇവിടെ വരുന്ന 99% ആളുകളും അല്ലെങ്കിൽ 100% തന്നെയും നിയമം കയ്യിലെടുക്കാതെ നിയമത്തിനനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ സമാധാനമുണ്ടാകുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നാം എപ്പോഴും സമാധാനികളാവണം. സമാധാനികളായി നല്ല മനുഷ്യരായി ജീവിച്ച് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന വിഭാഗമായി നാം വളരണം. എന്നാൽ തീർച്ചയായും അല്ലാഹു തആല
നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. നിങ്ങൾ എല്ലാവരും ഓർക്കണം, ഈ ലോകത്ത് നിന്ന് പോകാതെ ആർക്കും സാധ്യമല്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖുദ്ദസല്ലാഹു സിർറഹു മഹാനവർകൾ നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ഹിന്ദുൽ ഉലമ അംസുമുഖ്യാൻ നമ്മുടെ സംഘടനയിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹവും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ നമ്മുടെ പഴയ ആലിമീങ്ങൾ എല്ലാം മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ നമ്മുടെ അബ്ബാസ് മുസ്ലിയാർ തുടങ്ങി കർണാടക സ്റ്റേറ്റിന്റെ ഇങ്ങേ ഭാഗത്തൊക്കെ ഉള്ളവർ നമ്മളോടുകൂടെ പ്രവർത്തിച്ചിരുന്നു. ആ മഹത്തുക്കൾ എല്ലാവരും മരണപ്പെട്ടു പോയി. ഇനി ആരും നമ്മുടെ കൂടെ ഇല്ല, എല്ലാം കുറഞ്ഞു പോയി. ബഹുമാനപ്പെട്ട തങ്ങളുടെ സഹോദരൻ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ അവർക്കുണ്ടായിരുന്നു, അവരും മരണപ്പെട്ടു പോയി. താഹിറുൽ അഖ്ദർ തങ്ങൾ നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. അതുപോലെ ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് കോയമ്പ് തങ്ങൾ എത്രയോ പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അങ്ങനെ എല്ലാ സയ്യിദന്മാരും ആലിമീങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ നിങ്ങളെല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും നാം പ്രവർത്തിക്കുകയും ചെയ്യണം. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കണം. ഒരു ചെറിയ ചരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ നമ്മുടെ ഈമാനെ അവർ തകർത്തിക്കളയും, അവർ ഒറ്റിക്കൊണ്ടുപോകും. അത് നാം വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഖബറിൽ ആരാണ് ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇന്ന് നമുക്ക് എത്രയെത്ര ഖാദിമീങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ശിഷ്യന്മാരുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും, പടച്ചറബേ, എനിക്ക് വെള്ളം വേണമെന്ന് ഉദ്ദേശിക്കുമ്പോഴേക്ക് അത് കൊണ്ട് തരാൻ ആളുണ്ട്, എനിക്ക് കുപ്പായിട്ട് തരാൻ ആളുണ്ട്, അലക്കി തരാൻ ആളുണ്ട്, അത് ഇത്തിരി വെച്ച് തരാൻ ആളുണ്ട്, എനിക്ക് കുപ്പായത്തിന് കുറുക്കിട്ട് തരാനാണ്. ഇങ്ങനെ എല്ലാ സംഗതിക്കും ആളുകൾ ഉണ്ട്. എന്നാൽ ഖബറിൽ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റക്കല്ലാതെ അവിടെ ആരും ഉണ്ടാവുകയില്ലല്ലോ പടച്ചറബേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം സമാധാനിക്കുന്നത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു, മുസ്തഖീമായ വഴി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴി, അമ്പിയാക്കളും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും നടന്ന ആ വഴി, സുബ്ഹാനല്ലാഹ്, ആ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് തത്തനത്തലു അലൈഹിമുൽ മലായികത്തു, അവരടുക്കൽ
മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് ഹയാത്ത് കാലത്തും മരണത്തിന്റെ ശേഷവും നിങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കും എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുന ബഹ്റുൽ ഉലൂം എപ്പോഴും പറയുമായിരുന്നു, മലക്കുകളും എന്ന് നിങ്ങളൊന്ന് കൂട്ടിക്കൊടുക്കണം. കാരണം മലക്കുകളും കൂടാതെ മറ്റ് പല സഹായങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഖബറിലേക്ക് ചെല്ലുന്ന സമയത്ത് മലക്കുകൾ സന്തോഷിക്കുന്ന കൂട്ടത്തിൽ പെടുത്തിത്തരുമാറാകട്ടെ. അർഹമുർ-റഹീമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ഈമാൻ നീ ശക്തിപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഈമാനെ നീ ശക്തിപ്പെടുത്തി തരണം അല്ലാഹ്. ഞങ്ങളുടെ ഈമാനെ നീ ശക്തിപ്പെടുത്തി തരണം അല്ലാഹ്. ഈമാൻ ഒരിക്കലും നോയ്പ് വരുത്തുന്ന കൂട്ടത്തിൽ പെടുത്തല്ലേ അല്ലാഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ നിലനിർത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അതിനുവേണ്ടി ഇവിടെ സ്ഥാപിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് അർഹിക്കുന്ന നിലയിൽ അതിന്റെ ബഹുമാനത്തോടു കൂടി നിലനിർത്താനും അതുവഴി ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാനോ ആരോടെങ്കിലും എതിർക്കാനോ ഉള്ള ഉദ്ദേശമേ അല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശക്തിപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്നും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയുന്ന റബ്ബേ, നിനക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രവൃത്തിയും നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ നല്ല സംരംഭത്തിലേക്ക് സംഭാവന തന്നവർ, ഇപ്പൊ ഞാനിവിടെ ഇരുന്നപ്പോൾ തന്നെ 3 പേര് ഓരോ ലക്ഷം രൂപ വീതം തന്നു. ഒരാള് 50,000 തന്ന്. അതുപോലെ അവിടെയൊക്കെ പലരും കൊടുത്തിട്ടുണ്ടാവും. ഇഫ്തിഖാർ സാഹിബ് 10 ലക്ഷം ഉറുപ്പിക ഉള്ളാൾക്ക് ഞങ്ങൾക്ക് തന്നു. അർഹമുർ-റഹീമായ അല്ലാഹ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹോദരനും നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തം പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഞാൻ ബഹുമാനപ്പെട്ട ഉലമാക്കൾ എല്ലാം മരിച്ചുപോയി. ആ മരണപ്പെട്ടു പോയ ഉലമാക്കൾ താജുശ്ശരിയ അടക്കം പഠിച്ചവരെ എല്ലാ സമയത്തും നമ്മൾ ഒന്നായിട്ട് കൂടി ദുആ ചെയ്യുന്ന മഹാന്മാരായിരുന്നു. അവരൊക്കെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യമുള്ള ആഫിയത്തിനെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നമ്മളെ മാണിക്കൂത്ത് ഉസ്താദ് ഇപ്പോൾ ഇവിടെ സുബ്ഹാനല്ലാഹ് ജാമിഅ താജയിൽ നിന്ന് ഇവിടെ വന്നു എന്ന് പറയുന്നതിന് വലിയ സന്തോഷമാണ്. അവർക്ക് നീ ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്.
ബഹുമാനപ്പെട്ട താജുശ്ശേരിയ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ദുആ നടക്കും. അവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളും അതുപോലെ മറ്റ് സയ്യിദന്മാര്, കുമ്പൂൽ, ആറ്റക്കോയത്തങ്ങൾ തീരെ സുഖമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയതാണ്. അടുത്ത് വന്ന് അവിടുന്ന് നേർന്ന് പ്രസംഗിച്ച് അവിടുത്തെ തിരക്കിന്റെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടിയത് കൊണ്ട് ക്ഷീണിച്ച് ഇപ്പൊ വേഗം പോയതാ. അള്ളാഹു അവർക്ക് ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് സയ്യിദന്മാര് ഞങ്ങളുടെ മുമ്പിൽ വേണം. അതിന് അവർക്കെല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മോളെ അത്താവുള്ള തങ്ങൾക്ക് സുഖം കുറവാണ്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അത്താവുള്ള തങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ സയ്യിദന്മാർക്കും നീ ശിഫ നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. സയ്യിദ് താഹിറുൽ അഫ്ദൽ തങ്ങൾ 20ാമത്തെ ഉറൂസ് സനത് 28, 29, 30, 31. എല്ലാവരും താഹിറുൽ വളരെ ചെറുപ്പക്കാരനായിട്ട് മരിച്ചു പോയെങ്കിലും വലിയ ഒരു തോട്ടം അദ്ദേഹം നട്ടു വളർത്തി ആയിരക്കണക്കായ മുത്താലിമീങ്ങൾ പഠിപ്പിക്കുന്ന നമുക്ക് വലിയ സഹായം ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നവും അനധികൃതമായി അദ്ദേഹത്തിന്റെ പേരിൽ വലിയ കടബാധ്യത ഗവൺമെന്റിൽ എഴുതി കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് രക്ഷപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ദ്വാരക്കേണ്ടതാണ്. പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതാണ് പേരോട് എന്നെ ഓർമ്മയാക്കിയപ്പോ. റഹ്മുറാഹിമായ തമ്പുരാൻ അദ്ദേഹത്തിന്റെ ഭക്തത്തിന് നീ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണേ അല്ല, എളുപ്പമാക്കി കൊടുക്കണേ അല്ല. എപ്പോൾ സഹായം ചോദിച്ചാലും ഞങ്ങൾക്ക് സഹായം തരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ രോഗവും നീ മാറ്റിക്കൊടുക്കണേ അല്ല. ഈ വിഷമത്തിൽ അദ്ദേഹത്തിന് നീ ഒരിക്കലും കൊടുക്കല്ലേ അല്ല, നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ല. ഞങ്ങളെല്ലാവരെയും ഈമാനെ നീ ഏറ്റിത്തരണേ അല്ല. ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യമാരുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി തരണേ അല്ല. എങ്ങനെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ല. കടത്തോടുകൂടി ഞങ്ങൾ